ജലജേ, വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. ആകപ്പൂമഴ ചോട്ടിന്നപ്പോ വളകിലുക്കം കേട്ടു. തന്തനത്തം എടോ, എത്ര നേരമായിട്ട് എന്നെ കാത്തിരിക്കുന്നത്? എനിക്ക് വിശന്നിട്ട് വയറ് കായുന്നത്. നീ വേഗം പോയിട്ട് എനിക്ക് ഭക്ഷണം എടുത്തു വെക്ക്. അതിന് നിങ്ങൾ എന്തിനാ അപ്പം എന്നെ കാത്തു നിൽക്കുന്നത്? നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ ജലജയോട് പറഞ്ഞാൽ പോരെ, ഓളെടുത്ത് തരൂലേ? ഭക്ഷണം എടുക്കാൻ പറയാൻ പറ്റിയ സാധനം വൃത്തി എന്ന് പറഞ്ഞ സാധനമില്ല ജന്തുവിന്. എന്നാ വാ, ഞാൻ എടുത്തു തരാം. അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് ഭക്ഷണം കിട്ടിക്കരി എനക്കൊരു പറ്റ ഇറങ്ങൂലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എനിക്ക് നിങ്ങളെ ഭാര്യ ചീത്ത സഹിച്ചിട്ട് നിൽക്കാൻ കഴിയില്ല. ഞാൻ പോന്നു. എല്ലാത്തിനും കുറ്റം. ഓളൊരു സ്വഭാവം അങ്ങനെ ആയിപ്പോയി. ഇപ്പം എന്താ ചെയ്യാ? ഞാൻ എന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. എല്ലാം ഇങ്ങനെ നോക്കി നോക്കി നിൽക്കും. ഞാൻ എത്ര കൊല്ലായി സഹിക്കുന്നത്? നീയും സഹിക്കണം ജലജ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പോന്നാ. അങ്ങനൊന്നും പറയരുത്. എനിക്ക് വേറെ ജോലി ശരിയായിട്ടുണ്ട്. ജോലി ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇവിടത്തെ പോലെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. പോയെടുത്ത് നമ്മൾ അങ്ങനെ ആക്കലല്ലേ. അങ്ങനൊന്നും പറയരുത്. അവള് ചീത്ത പറയുന്നത് ഞാൻ അവളോട് പറയാ. ചീത്ത ഇത് എത്ര പ്രാവശ്യമായി പറയുന്നത്? ഇനി എനിക്ക് പറ്റൂല. ഞാൻ പോന്ന. അങ്ങനെ പറയല ജലജ. ഇതൊരു കാര്യം ചെയ്യും. ഓളോ ഒരു ചീത്ത പറയുമ്പോൾ ഞാൻ എനിക്കൊരു 100 റുപ്യ എക്സ്ട്രാ വെച്ച് തരാം. ഒരു ചീത്തക്ക് 100 റുപ്യ. ജലജ ഒന്നിങ്ങോട്ട്. ഇതെന്താ ഇത്? ഈ കലിയെല്ലാം പോണെങ്കിൽ സാധാരണ തുടച്ചാൽ പോരാ, നല്ല കൈ അമർത്തി തുടക്കണം. കേട്ടിക്കല്ലേ? വെറുതെ ആർക്കെങ്കിലും വേണ്ടി തുടച്ചിട്ട് കാര്യമില്ല. അല്ലടോ, ഇനി ഏത് മലയും കാട്ടിലൊക്കെ കറിക്ക് ഉപ്പിടുന്നേ? വായിൽ വെക്കുവാൻ കൊള്ളൂല ഉപ്പ് കച്ചിട്ട്. വെറുതെ അങ്ങനെ ഇങ്ങ് പോരും. കമല്, നീ എന്തിനാ നമ്മൾ പണിക്കാരത്തിന് ഇങ്ങനെ ചീത്ത പറയുന്നത്? ചീത്ത പറയാൻ പാടില്ല കേട്ടോ. ഓള് നല്ല പൈസ വാങ്ങണ്ടല്ലോ നമ്മളോട് എണ്ണീറ്റ്. അപ്പൊ അതിന് കണക്കായ പണിയും എടുക്കണം. ഓക്ക് ഒരുപാട് ജോലി ഓഫറുകൾ വരുന്നുണ്ട്. പോയാൽ പിന്നെ ഇനി കഷ്ടപ്പെട്ടിട്ട് വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ചീത്ത പറിച്ചൊന്നും കുറച്ചാളാ. പണിയെല്ലാം ഓളം എടുത്തോളൂ. അപ്പം നല്ല രീതിയിൽ പറഞ്ഞാൽ ഓളെല്ലാം പണിയെടുക്കും. ചീത്ത പറയണ്ട. ഞാൻ നല്ലോണം പറയൂ. അങ്ങനെ നിൽക്കാൻ പറ്റുന്നോള് നിന്നാ മതി. അല്ലാത്തേക്കും ഓലൊക്കെ പോട്ടെ. ഇത്രയും കാലം നിങ്ങൾ ഓള് വരുന്നതിൻ്റെ മുമ്പേ ഞാനല്ലേ പണിയെടുത്ത്. അങ്ങനെയാണെങ്കിൽ ഞാനങ്ങ് എടുക്കും പണി. ശരിയെന്നല്ലേ വിളിക്കുന്നുണ്ട് ചെല്ലി. ഇവിടെ എൻ്റെ പെൻഷൻ കാശ് തീർത്താലേ അടങ്ങുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നേ? നീ പോന്നാണെങ്കിൽ പോട്. ഞാൻ പേടിക്കൊന്നും വേണ്ടെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കിട്ടും. പേടിക്കാം. എന്റെ പണിയല്ല ഇന്നത്തെ കഴിഞ്ഞേ. കൂലിയും എടുക്ക്. കൂലി. ഓ 400 കൂലിയും 600 നിങ്ങളെ ഭാര്യ ചീത്ത പറഞ്ഞത്. 600? ഇന്ന് 6 പ്രാവശ്യം എന്നെ ചീത്ത പറഞ്ഞേനെ. 6 പ്രാവശ്യം? കമലേനെയും കൊണ്ട് ഞാൻ ഡിസ്കൗണ്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ 1000 റുപ്യ. നീ ഇവിടെ ഇരിക്കി. ഞാൻ പോതേ. So